ഇന്ത്യക്കെതിരെ ഒരുപാട് സമരം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് സജീവ് മഞ്ഞക്കടൽ. ഇത്ര പെട്ടെന്നൊരു ഇന്ത്യയിലേക്ക് പോകുന്ന സമയത്ത് പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഒരു ഭിന്നത ഉണ്ടാവും. അല്ല, ബി ജെ പിക്കെതിരെ എൻ ഡി എക്കെതിരെയും അല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ എല്ലാം നമ്മൾ സമരം ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഞാൻ പറയാം, അന്ന് മുന്നണിയിൽ അല്ലെങ്കിൽ അതിനകത്ത് ചില തിരുത്തേണ്ട കാര്യങ്ങൾ, ആ തിരുത്തേണ്ട കാര്യങ്ങൾ ഇനിയും നമ്മൾ ആ മുന്നണിക്കുള്ളിൽ അവതരിപ്പിക്കും. ഇനി സമരം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇനി നമുക്ക് സമരം ചെയ്യാതെ മുന്നണിയുമായി സംസാരിച്ച് കാർഷിക മേഖല പ്രശ്നങ്ങളാകട്ടെ, നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ പ്രശ്നങ്ങൾ അത് പരിഹരിക്കാനുള്ള ഒരു അവസരം ഇപ്പോൾ ഉണ്ടായിരിക്കുക. കേരള കോൺഗ്രസ് നമുക്ക് സംസ്ഥാനം മുഴുവൻ വ്യാപിക്കാനുള്ള തീരുമാനമാണ്. തീർച്ചയായിട്ടും 14 ജില്ലയിലും ഞങ്ങൾ കമ്മിറ്റികൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കൂടും. ആ 14 ജില്ലാ കമ്മിറ്റികൾക്ക് ശേഷം എറണാകുളത്ത് ഞങ്ങൾ സംസ്ഥാന പ്രതിനിധി സമ്മേളനം ചേർന്ന് മറ്റ് ഭാരവാഹികളെയും പോഷക സംഘടന മുഴുവൻ നേതാക്കന്മാരെയും ഞങ്ങൾ തീരുമാനിക്കും. അദ്ദേഹമായി കൂടിക്കാഴ്ച തീരുമാനിച്ചിട്ടുണ്ട്. ഉച്ചകഴിഞ്ഞ് അദ്ദേഹത്തെ കാണണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹമായി കൂടിക്കാഴ്ച നടത്തി. എന്തൊക്കെയും ചർച്ച അദ്ദേഹത്തെ ഈ വിഷയങ്ങളൊക്കെ ഞങ്ങൾ കേരള കോൺഗ്രസിൻ്റെ ആവശ്യങ്ങളൊക്കെ ഞങ്ങൾ അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്യും. മാത്രമല്ല, അത് വരും ദിവസങ്ങളിൽ ഞങ്ങൾ അത് കൃത്യമായ നിവേദനമായി കേന്ദ്ര ഗവൺമെൻറ് മുമ്പിൽ ഞങ്ങൾ അറിയിക്കും. പ്രധാനമന്ത്രികൾ കേവലം മോൻസുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് സജീവ് മഞ്ഞക്കടൽ രാജിവെക്കുന്നത്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഈ CPM ഒക്കെ പറയുന്ന ഒരു ആരോപണമുണ്ട്, ഇന്നത്തെ UDF നാളത്തെ BJP ആണെന്ന തരത്തിലുള്ള ആ വാദങ്ങൾക്കെല്ലാം ബലം പകരുന്നതല്ലേ ഇപ്പോഴത്തെ ഈ തീരുമാനം? ഒരിക്കലും അല്ല. ഞാൻ ഒരിക്കലും UDF വിടാൻ ആഗ്രഹിച്ചതല്ല. പക്ഷേ UDF വിട്ട് ഞാൻ ഇടതുപക്ഷത്തേക്ക് പോകണം എന്നെ ക്ഷണിച്ചിരുന്നു. പക്ഷേ സ്വാഭാവികമായി എനിക്ക് ചില ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ, അത് മാത്രമല്ല കേന്ദ്രത്തിൽ ഒരു ശക്തമായ ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിനെ പിന്തുണ കൊടുത്താൽ നമ്മുടെ നാടിനെ കൂടുതൽ വികസിപ്പിക്കാൻ പറ്റും. ഇവിടെ ചില കാര്യങ്ങൾ തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തിക്കാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 7 വർഷമായി ഭരിക്കുന്നു. നമുക്കറിയാം ആ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികൾ കുറേയൊക്കെ നമുക്കറിയാം ജനവിരുദ്ധ വികാരങ്ങൾ കൊണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് LDFിലേക്ക് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ തീർച്ചയായിട്ടും ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിനെ നിന്ന് കൂടുതൽ നേട്ടങ്ങൾ അല്ലെങ്കിൽ കാർഷിക മേഖലയിലേക്ക് കൂടുതൽ വികസനം എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് മാത്രമാണ് ഞാൻ കടന്നു പോയിരിക്കുന്നത്. ധാരണകൾ ഉണ്ടായിട്ടുണ്ടോ അടുത്ത നിയമസഭ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ എന്തെങ്കിലും? അങ്ങനെ ധാരണയൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് പാർട്ടിയെ NDAയുടെ ഘടകകക്ഷിയാക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളെ സംഘടനാ സംവിധാനം കൂടുതൽ ശക്തമാക്കി കഴിയുമ്പോൾ ഘടകകക്ഷിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഘടകകക്ഷിയാക്കിയാൽ ശക്തമായി ഞങ്ങൾ മുന്നോട്ട് പോകും. നിയമസഭ സീറ്റ് മത്സരിക്കും. അല്ല, അത് സ്വാഭാവികമാണല്ലോ. അത് നിയമസഭാ തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നില്ല. ആ സമയത്ത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. ഇപ്പോൾ അതിനെക്കുറിച്ചൊരു ധാരണയില്ല.